സൗബിനും സണ്ണി വെയിനും നവ്യ നായരുമെല്ലാം അണിയിച്ചൊരുക്കിയ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കഞ്ചാവ് വലിക്കുന്നത് കാണാം. അതിൽ ഒരുത്തൻ എന്തോ കണ്ട് ഭയന്നു നിൽക്കുന്നു. അത് മറ്റുള്ളവരെന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ എന്തോ ഉണ്ടെന്ന് പറയുന്നു. അത് നിനക്ക് തോന്നിയതാകുമെന്ന് അവർ പറയുന്നു. പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ആ ഭയം കാണാമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടുകൊണ്ടാണ്. ഇതാണ് ഫെലിക്സ്. അദ്ദേഹം അവിടെയുള്ള പള്ളിയിലുള്ള കന്യാസ്ത്രീയുമായി സംസാരിക്കുകയാണ്. എനിക്ക് ഈ ബന്ധമെല്ലാം ഇപ്പോൾ മടുത്തു തുടങ്ങി. പ്രണയിച്ചപ്പോൾ അത് ഏറെ ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ലെന്നും എല്ലാം അവസാനിച്ചെന്നും എനിക്കവളെ വേണ്ടെന്നുമാണ് ഫെലിക്സ് ആ കന്യാസ്ത്രീയോട് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം സിസ്റ്റർ ഫെലിക്സിൻ്റെ ഭാര്യയായ ജാൻസി കുര്യനോട് പറയുന്നു. അവന് ഈ ബന്ധത്തിൽ താല്പര്യമില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നിങ്ങൾ റെഡി ആയിക്കോളുമെന്ന് പറയുന്നു. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നതെന്നും എന്നാൽ അവൻ എന്നെ തൊട്ടിട്ട് തന്നെ ഒരുപാട് കാലമായെന്ന് നായികയായ ജാൻസി പറയുന്നു. അതേസമയം പോലീസ് കോൺസ്റ്റബിളായ ഹരീഷിനെ കാണിക്കുന്നു. അപ്പോൾ അവിടെ വക്കീൽ അടുത്തു നിന്ന് പറയുന്നു, ഇത്തവണ മോളെ കാണിക്കാനുള്ള പെറ്റീഷൻ ഓൺ ചെയ്തു എന്ന് പറയുന്നു. ഇനിയെങ്കിലും ഇത് നടക്കുമോ? ഒരുപാട് കാലമായി ഇതിന് പിന്നാലെ നടക്കുന്നു എന്ന് ഹരീഷ് തിരിച്ചു ചോദിക്കുന്നു. അതിന് താൻ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ വരാറില്ലല്ലോ എന്നും വക്കീൽ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ജോലി തിരക്കാണെന്ന് ഹരീഷ് പറയുന്നു. നായികയായ ജാൻസി കുര്യൻ ഒരു കേസിലെ മോഷ്ടാവിനെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. ജാൻസി കുര്യൻ ഒരു SI ആണ്. അവിടേക്ക് തന്നെയാണ് ഹരീഷിൻ്റെയും സ്ഥാനം. ഹരീഷ് അതേ സ്റ്റേഷനിലെ കോൺസ്റ്റബിളായി ജോലി ചെയ്യുകയാണ്. അതേസമയം സർക്കിൾ ഇൻസ്പെക്ടറെ കാണിക്കുന്നു. ഇവിടെ കേസിലെ ഫയലുകൾ ഹാജരാക്കുന്ന ജാൻസിയെ കാണാം. ജാൻസിയോട് സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ്, ജാൻസി ഇന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണം. കാരണം നമ്മുടെ സ്റ്റേഷനിലെ ഷ്യാമിൻ്റെ മദർലോ മരിച്ചു പോയെന്നും അതുകൊണ്ട് അദ്ദേഹം 2 ദിവസത്തിൽ ഉണ്ടാവുകയില്ലെന്നും സർക്കിൾ ഇൻസ്പെക്ടർ SI ആയ ജാൻസിയോട് പറയുന്നു. ജാൻസി ഓക്കെ പറയുന്നു. ഇതേസമയം പുറത്ത് കോൺസ്റ്റബിളായ ഹരീഷ് SI റഷീദിനോട് സംസാരിക്കുകയാണ്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാണ്, നമ്മുടെ SI വളരെ മോശമാണ്, വലിയ ജാടയാണെന്നുമൊക്കെ റഷീദിനോട് സംസാരിക്കുന്നു. അപ്പോൾ SI റഷീദ് പറയുന്നു, നിന്റെ പെണ്ണിൻ്റെ കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നീ എല്ലാവരെയും അങ്ങനെ പറയുന്നത് എന്ന് റഷീദ് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ രാത്രിയാകുന്നു. രാത്രിയാണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്. ഹരീഷും SI ജാൻസിയുമാണ് പുറത്തു പോകാൻ ഇന്നത്തെ ഡ്യൂട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഹരീഷിനോട് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു, നീ വലിയ വള്ളിയൊന്നും പിടിക്കരുത്, ഇപ്പോഴും FIR ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാടുണ്ട്, അതുകൊണ്ട് എല്ലാ വള്ളികളും പിടിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു. ഇതിന് മുകളിൽ എന്താണോ പറയുന്നത് അത് ഞാൻ കേട്ടുകൊള്ളാമെന്നും ഹരീഷ് പറയുന്നു. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കായി ജാൻസി കടന്നു വരുന്നു. ഇതേസമയം അവിടെ ഇരിക്കുന്ന ഹരീഷിന് നല്ല ചീത്ത കേൾക്കുന്നു. കാരണം ടോർച്ച് ലൈറ്റ് പോലും എടുക്കാതെയാണോ താൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്നതെന്ന് SI ആയ ജാൻസി ചീത്ത പറയുന്നു. അങ്ങനെ വഴക്ക് കേട്ട ഹരീഷ് ടോർച്ചും എടുത്തിറങ്ങുന്നു. അങ്ങനെ SI ആയ ജാൻസിയും ഹരീഷും നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാണാം. അങ്ങനെ രാത്രിയിൽ ഇരുവരും പെട്രോളിംഗ് തുടരുന്നതിനിടെ ഒരു ചായ കുടിക്കുന്നു. ഇതേസമയം ഹരീഷ് പറയുന്നു, മാഡത്തിനൊരു വിത്തൗട്ട് കൊടുത്താൽ മതിയെന്ന്. സത്യത്തിൽ SI ആയ ജാൻസിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തായിരുന്നു ഹരീഷ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം ജാൻസിയും ഹരീഷും നൈറ്റ് പെട്രോളിംഗ് പുനരാരംഭിക്കുന്നു. ഇതിനിടെ അവർ ഒരു 4-5 സംഘത്തെ കാണുന്നു. എന്താണ് ഇവിടെ കറങ്ങി കളിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ ഒരു നാട്ടിൽ പുലി ഇറങ്ങി എന്നും അതാണ് എന്നും പറയുന്നു. അപ്പോൾ ഹരീഷ് ജാൻസിയോട് പറയുന്നു, നമ്മളിതിൽ തലയിടേണ്ട, പ്രശ്നമാകുമെന്നും അത് ഫോറസ്റ്റ് നോക്കിക്കോളുമെന്നും. അങ്ങനെ അവർ വീണ്ടും സഞ്ചരിക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് തന്നെ ഹരീഷ് പറയുന്നു താൻ എന്തോ അവിടെ കണ്ടെന്ന്. പെട്ടെന്ന് ബാക്ക് എടുത്തപ്പോൾ ഒരു കാട്ടിനുള്ളിൽ ഒരു ചെറിയ മങ്ങൽ വെളിച്ചത്തിൽ ഒരു കാറ് കാണാം. ഇവർ പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ഹരീഷിൻ്റെയും ജാൻസിയുടെയും മുന്നിൽ വെച്ച് ആ കാറിൽ നിന്നൊരാൾ വേഗത്തിൽ ഓടിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ ഹരീഷ് അദ്ദേഹത്തെ പിന്തുടരുന്നു, ഒപ്പോൾ ജാൻസിയും. എന്നാൽ തൊട്ടു പിന്നാലെ അവർ കണ്ടിരുന്ന ആ കാറും മറ്റാരോ ഓട്ടിപ്പോകുന്നത് കാണാം. ഹരീഷ് ഒരു തവണ അദ്ദേഹത്തെ പിടിച്ചെന്ന് തോന്നിയതാണ്, പക്ഷേ മിസ്സാകുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നായികയായ ജാൻസി ഓടിപ്പിടിക്കാൻ നോക്കുന്നു. അങ്ങനെ ഇരുട്ടുള്ള രാത്രിയിൽ ഒരുപാട് ദൂരം ജാൻസി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുന്നു. ആരാണെന്നറിയില്ല, മുഖം മറച്ചിട്ടുണ്ട്, ഒരു ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നാലെ ഒരുപാട് ദൂരം ഓടിയതിന് ശേഷവും ജാൻസിക്കിനെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം പെട്ടെന്ന് അയാൾ മറയുന്നു. പെട്ടെന്നാണ് അയാൾ അപ്രത്യക്ഷനാകുന്നത്. കയ്യിലുള്ള ടോർച്ചെല്ലാം അടിച്ച് ജാൻസി നോക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ താഴേക്കിറങ്ങുന്നു. പക്ഷേ അവിടെയും അയാളെ കാണുന്നില്ല. അങ്ങനെ താഴേക്കിറങ്ങി ജാൻസി പെട്ടെന്ന് തന്നെ അവിടെ ചവിട്ടുമ്പോൾ നമ്മുടെ ഹരീഷ് പറയുകയാണ്, അവിടെ ചവിട്ടണ്ട, ഇത് ചെതുപ്പ് ഭൂമിയാണെന്നും താഴ്ന്നു പോകും. അവനെ മിസ്സായല്ലോ ഹരീഷ എന്ന് ജാൻസി പറയുന്നു.
ഇതേ സമയം ഹരീഷിൻ്റെ ഫോണിലേക്ക് CI വിളിക്കുന്നു. അപ്പോൾ CI ആണെന്നും ഹരീഷ് പറയുന്നു. അങ്ങനെ ഹരീഷ് ഫോൺ എടുക്കുന്നു. എന്നിട്ട് CI പറയുന്നു, നിങ്ങളെ ഒരുപാട് നേരമായല്ലോ വിളിക്കുന്നു, നിങ്ങൾ എവിടെയാണെന്ന്. വണ്ടിക്കൊരു പ്രശ്നം പറ്റിയെന്നും അത് ചെക്ക് ചെയ്യുകയാണെന്നും പറയുന്നു. അപ്പോൾ CI പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് പോവുക, അവിടെ ഒരു കുട്ടിക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇറങ്ങുക എന്ന്. ഹരീഷ് ജാൻസിയോട് പറയുന്നു, നമുക്കൊരു വലിയ കേസ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഇതോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കയറിപ്പോയിക്കോളുമെന്നും ഹരീഷ് ജാൻസിയോട് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആ തീപ്പൊള്ളലുണ്ടായ വീട്ടിലേക്ക് എത്തുകയും ആ കുട്ടിയെ കാണുകയും ചെയ്യുന്നു. അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്ന്. അവർ പറയുന്നു, അത് എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്നും ഒരുപാട് കത്തിക്കരിഞ്ഞിട്ടുണ്ടെന്നും. അങ്ങനെ അവർ ബോഡി കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഏകദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ് ആ പെൺകുട്ടിയെന്ന്. ആ പെൺകുട്ടിയുടെ അമ്മയെയും അച്ഛനെയും അവിടെ കാണുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ നമ്മുടെ ജാൻസിയും ഹരീഷും ആ സ്ഥലത്തേക്ക് എത്തുന്നു. എന്നാൽ അവരെ ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. കാരണം താങ്കൾ ഇന്നലെ കണ്ട ആ ചെതുപ്പ് ഭൂമി ഇപ്പോൾ ഇതാ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാൻസി പറയുന്നു, അപ്പോൾ തന്നെ താനോട് പറഞ്ഞതല്ലേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന്, ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഇത് മണ്ണിട്ട് മൂടി, ഇനി എന്ത് ചെയ്യാനാണെന്ന് ജാൻസി തന്നെ ചോദിക്കുന്നു. അപ്പോൾ ഹരീഷ് പറയുന്നു, ഇതൊക്കെ അയാൾ അപ്പോൾ തന്നെ കയറിപ്പോയിട്ടുണ്ടാകും, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മണ്ണിട്ട് മൂടുന്നതൊന്നും. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിനൊപ്പം ആ കാറിലുണ്ടായിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ഇങ്ങനെ മിസ്സായിരുന്നെങ്കിൽ എപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തേനെ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് പറയുന്നതെന്നും ഹരീഷ് പറയുന്നു. അങ്ങനെ ഇരുവരും അവിടെ നിന്ന് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ കേൾക്കുന്നത് ഒരു സ്ത്രീ ഒരാൾ കാണാനില്ല എന്ന് പറഞ്ഞുള്ള പരാതിയാണ്. അവർ ആകെ ഭയപ്പെടുന്നു. ഇതേ സമയം വന്ന പോലീസിനോട് എന്താണ് കേസെന്ന് ചോദിക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നു, മനുഷ്യനെ തന്നെ തിരയാൻ സമയമില്ല, അപ്പോഴാണ് അവരുടെ ഒരു പട്ടിയെ തിരയുന്നതെന്ന്. അവർക്ക് രണ്ടുപേർക്കും ശ്വാസം നേരെ വീഴുന്നു. അതേസമയം അടുത്ത ദിവസം ഹരീഷും ജാൻസിയും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ജാൻസി പറയുന്നു, അവിടെയുള്ള വഴികളിൽ നമുക്ക് CCTV ഒന്ന് പരിശോധിക്കണം, ഏതെങ്കിലും ഒരു കാർ അതിൽ പതിഞ്ഞിട്ടുണ്ടാകില്ലേ, ആ കാർ എങ്ങനെയായാലും അതിൽ കാണേണ്ടതാണ്. ഇതേ സമയം നമ്മുടെ ഹരീഷ് പറയുന്നു, അതിലൂടെ ആ സമയത്ത് ഒരുപാട് കാറുകൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും ഇതൊന്നും ചെക്ക് ചെയ്താൽ ലഭിക്കില്ലെന്നും, എന്നാലും അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് SI ജാൻസി പറയുന്നു. അപ്പോൾ ഹരീഷ് പറയുന്നു, ഇത്രയും നേരം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അത് ചിന്തിക്കാതെ നിൽക്കൂ, അതൊന്നും ഒരു പ്രശ്നവും വരില്ല, എന്താണ് താങ്കൾ എപ്പോഴും അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നു. വേറെ ഒരുപാട് പണി നമുക്കുണ്ട് എന്നും ഹരീഷ് പറയുന്നു. അങ്ങനെ DYSPയുടെ അടുത്തേക്ക് പരാതിയുമായി ഒരാൾ വരുന്നു. ഇത് ജാസ്മിൻ, ജേർണലിസ്റ്റ് അൻസാർ അലിയുടെ ഭാര്യയാണ്. അൻസാർ അലിയെ ഇന്നലെ മുതലാണ് കാണാതായത്. അപ്പോൾ ചോദിക്കുന്നു, ഇന്നലെ രാത്രി അവിടെ ഉണ്ടായതാണെന്നും രാവിലെ നീച്ചപ്പോൾ കാണുവാനില്ലെന്നും ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ലെന്നും പറയുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുള്ളതാണെന്നും നിങ്ങൾ കേസ് മികച്ച രീതിയിൽ നോക്കണമെന്നും അൻസാർ അലിയുടെ ഭാര്യ ജാസ്മിൻ പറയുന്നു. പേടിക്കേണ്ടെന്നും നിങ്ങളൊരു FIR എഴുതി നൽകണമെന്നും നമുക്ക് അന്വേഷിക്കാമെന്നും അങ്ങനെ DYSP പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ജാൻസിയുടെയും ഹരീഷ് നിൽക്കുന്ന പോലീസ് ജീപ്പിലെ വാക്കി ടോക്കിയിലേക്ക് ഒരു സന്ദേശം വരുന്നു. ഇന്നലെ മുതൽ 37 വയസ്സുകാരനായ ജേർണലിസ്റ്റ് അൻസാർ അലിയെ കാണുവാനില്ല. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടനെ ബന്ധപ്പെടുക എന്നാണ് വാക്കി ടോക്കിയിലെ ആ സന്ദേശം. ഇത് കേട്ട് ജാൻസിയും ഹരീഷും വല്ലാതെയാകുന്നു. അതേസമയം ഫോണിലേക്ക് ഫോട്ടോയും വരുന്നു. ഇത് കണ്ടവർ ശരിക്കും ഞെട്ടുന്നു. കാരണം ഇന്നലെ ഇതേ സാദൃശ്യമുള്ള ആളെ തന്നെയാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതേസമയം രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന SI ജാൻസിയെ കാണാം. ജാൻസിയുടെ ഭർത്താവായ ഫെലിക്സ് വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫെലിക്സ് ജാൻസിയോട് പറയുന്നു, ഞാനൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്, തൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തെന്നും ഞാനൊരു ബ്രേക്കിന് പോവുകയാണെന്നും ഫെലിക്സ് പറയുകയാണ്. ഇത് കേട്ട് ജാൻസി ദേഷ്യം പിടിക്കുന്നു. എല്ലാ തീരുമാനങ്ങളും നിങ്ങളെടുത്താൽ പിന്നെ എന്തിനാണ് എന്നോട് ഇതെല്ലാം ചോദിക്കുന്നതും പറയുന്നതുമെന്നും. അങ്ങനെ ഇരുവരും ദേഷ്യം പിടിച്ച് 2 റൂമുകളിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. SI പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഹരീഷ് ആ ഭാഗത്തുള്ള CCTV ചിത്രങ്ങൾ ശേഖരിക്കാനായി ഓരോ ഭാഗത്തേക്ക് പോകുന്നു. പലയിടങ്ങളിലും സന്ദർശിക്കുന്നു. പക്ഷേ കാര്യത്തുമ്പുമായി ലഭിക്കുന്ന ഒരു CCTV ഫുട്ടേജും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഫോട്ടോകളും ഒരുപാട് ക്ലിപ്പുകളും നോക്കി അദ്ദേഹം അലയുന്നുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് പോകുന്ന കാറുകളെയോ അല്ലെങ്കിൽ താങ്കൾ രാത്രിയിൽ കണ്ട കാറിനെയോ ഒന്നും ഹരീഷിന് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുന്നു. അവിടെയുള്ള പൂജ എന്ന ഉദ്യോഗസ്ഥയെ കാണുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നതും അതിൻ്റെ CCTV ഇവിടെ നിന്ന് ശേഖരിക്കണമെന്നും പറയുന്നു. ഇത് താങ്കളുടെ പോലീസ് സ്റ്റേഷൻ അല്ലെന്നും ഇവിടെ അതൊന്നും ലഭിക്കില്ലെന്നും പൂജ തിരിച്ചു മറുപടി പറയുന്നു.
അപ്പോൾ പറയുന്നു SI ജാൻസി മാഡം പറഞ്ഞിട്ടാണെന്ന്, എന്നാൽ നീ അവരോട് വിളിക്കാൻ പറ എന്ന് പൂജ തിരിച്ചു പറയുന്നു. ഇത് കേട്ട ഹരീഷ് ഉടനെ തന്നെ ജാൻസിക്ക് കോൾ ചെയ്യുന്നു. ജാൻസി പൂജക്കും അങ്ങനെ അവിടെ നിന്ന് ശേഖരിക്കുന്നു. ഇതേ സമയം SI ജാൻസി ആകട്ടെ അൻസാർ അലിയുടെ ഭാര്യയായ ജാസ്മിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന അൻസാർ അലിയുടെ വൈഫിൻ്റെയും കുട്ടിയുടെയും ഫോട്ടോ നോക്കുന്നു. ഇതേസമയം അൻസാർ അലിയുടെ ഭാര്യയായ ജാസ്മിനോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിച്ചറിയുന്നു. നിങ്ങളുടെ പുറത്ത് കാണുന്ന ഈ വാഹനമല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാഹനമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തന്നോട് പറയാറുണ്ടെന്നും ഒരു പ്രശ്നവുമില്ലെന്നാണ് തോന്നുന്നതെന്നും ജാസ്മിൻ പറയുന്നു. ഇതേ സമയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ താങ്കൾ രാത്രി കണ്ട അതേ കാർ തന്നെ അവിടെ CCTVയിലും പതിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി ഹരീഷ് ആ നമ്പർ എഴുതിയെടുക്കുന്നു. ഇതിന് ശേഷം ജാൻസിയെ കാണാൻ പോകുന്ന ഹരീഷിനെ കാണാം. എന്നിട്ട് ജാൻസിയെ കണ്ട ഹരീഷ് ജാൻസിയെ ചീത്ത പറയുന്നു. നീ എന്തിനാണ് ഇപ്പോൾ അൻസാർ അലിയുടെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയത്? ഇപ്പോൾ നമ്മൾക്ക് മാത്രം അറിയുന്ന പ്രശ്നം എല്ലാവരെയും അറിയിപ്പിക്കണമോ? ഇതൊക്കെ വലിയ പ്രശ്നമാകുമെന്നും ഒരുപാട് ചീത്ത പറയുന്ന ഹരീഷിനെ. എന്നാൽ ജാൻസി ഇതെല്ലാം ഭയത്തോടെയാണ് നോക്കിയിരിക്കുന്നത്. ഇതേ സമയമാണ് ജാൻസിയോടും ഹരീഷിനോടും ഒരു പോലീസ് ഉദ്യോഗസ്ഥ താങ്കളെ CI വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങോട്ടെത്താനുമാണ് പറയുന്നത്. അങ്ങനെ പിന്നാലെ ഹരീഷും ജാൻസിയും ആ സ്ഥലത്തേക്ക് പോകും. അവിടെ അവർ കണ്ടത് ശരിക്കും ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. അൻസാർ അലി ദാ മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന് പുറത്തും ശരീരത്തിലുമാകെ ചെളി പുരണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് അവർ കാണുന്നത്. ഇത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ജാൻസിയെയും കൂടെ ഹരീഷിനെയും കാണാം. നമ്മളിങ്ങനെ മാറി നിന്നാൽ നമ്മളെല്ലാവരും സംശയിക്കും. നിങ്ങളിങ്ങനെ മുഖം വാട്ടി നിൽക്കുന്നത് കണ്ടാൽ എല്ലാവർക്കും സംശയം തോന്നുമെന്നും ഹരീഷ് മാഡത്തോട് പറയുന്നു. ഇതേസമയം സർക്കിൾ ഇൻസ്പെക്ടർ കൂടി അവിടേക്ക് വരുന്നതോടെ ഇരുവരും വീണ്ടും ഭയക്കുന്നു. ഇങ്ങനെ നിന്നാൽ കൈവിട്ട് പോകുമെന്ന് ഹരീഷ് വീണ്ടും ജാൻസിയോട് പറയുന്നു. ഇതേസമയം ഭർത്താവിൻ്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന ജാസ്മിനെ കാണാനാകും. ജാസ്മിൻ്റെ വീട്ടിൽ ജാസ്മിൻ ആ തകർന്നിരിപ്പാണ്. ഇതേ സമയം തന്നെ ഹരീഷിനെ ജാൻസി ഒരു കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ സറണ്ടർ ആവാൻ പോവുകയാണെന്നും എനിക്ക് ഭയമാകുന്നെന്നും. ഇങ്ങനെ നിന്നാൽ നമ്മൾ പെടുമെന്നാണ് ഹരീഷ് പറയുന്നത്. നിങ്ങളിങ്ങനെ ഭയത്തോടെ നിൽക്കുന്നതാണ് പ്രശ്നം. ഇതേ സമയം തന്നെയാണ് ഹരീഷിൻ്റെ ഫോണിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറുടെ കോൾ വരുന്നത്. താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഹരീഷ് പറയുന്നു, ഇന്ന് എനിക്ക് കോർട്ടിൽ പോയി എൻ്റെ മകളെ കാണാനുള്ളതാണെന്ന്. താൻ ഒന്നും പറയണ്ട, താൻ ഇന്നിങ്ങോട്ട് എത്തിയാൽ മതിയെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നു. ഭയത്തോടെ അവർക്കെല്ലാം മനസ്സിലായോ എന്ന് ജാൻസി ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് മനസ്സിലാവാതിരിക്കുക? നീ എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്യുകയും വിളിച്ചു വരുത്തി സംസാരിക്കുകയും ഭയത്തോടെ നിൽക്കുകയും ചെയ്താൽ വരില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ജാൻസിക്കും സർക്കിൾ ഇൻസ്പെക്ടറുടെ കോൾ വരുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഹരീഷിന് കോൾ വരുന്നു. കോളിൽ ഹരീഷ് പറയുന്നു, നീ നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്തോ, അയാളുടെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. കൺഫേമാണ്, അത് അയാളുടെ മകളുടേത് തന്നെയാണെന്ന് കോളിലൂടെ മറ്റൊരാൾ പറയുന്നു. ഇതേ സമയം തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. DYSP സുരേഷും സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ SIയും എല്ലാം ചേർന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു. ഇതിനിടെ അവരോട് പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളിങ്ങിന് പോയില്ലേ? അന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ എന്താണ് ഫോൺ എടുക്കാൻ വൈകിയത്? അൻസാർ അലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, നിങ്ങൾ അന്ന് ഇവിടുന്ന് പോയ അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിൻ്റെ ലൊക്കേഷനും അതേ സ്ഥലത്ത് തന്നെയാണ്. നിങ്ങളൊന്നും നുണയൊന്നും പറയണ്ട. ഇതേ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുകയാണ്, ഞങ്ങളുടെ വാഹനം അന്ന് കേടുവന്നപ്പോൾ നന്നാക്കുകയാണെന്ന്. ഇതിനിടെ സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ നിങ്ങളന്ന് എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ പോവുകയാണെന്നാണല്ലോ പറഞ്ഞതെന്ന്. നന്നാക്കിയതിന് ശേഷം പോവുകയാണെന്നാണ് പറഞ്ഞതെന്നും ഹരീഷ് കൂട്ടിച്ചേർക്കുന്നു. ഇരുവരുടെയും ഉത്തരത്തിൽ പന്തികേട് തോന്നിയ DYSP സുരേഷ് നമ്മുടെ ജാൻസിയോട് പുറത്ത് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഹരീഷിനോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നു. DYSP സുരേഷ് അടുത്തേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, അന്ന് രാത്രി ആ കാട്ടിനുള്ളിൽ നീയും അവളും ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും ചെയ്തോ? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് ഒറ്റയ്ക്ക് പോയത്? ഈ സമയം ദേഷ്യം വന്ന നമ്മുടെ ഹരീഷ് പറയുകയാണ്, അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ മകളോട് പോയി ചോദിക്ക്. നിങ്ങളുടെ മകൾക്ക് എന്താണ് അന്ന് അൻസാർ അലിയുടെ കാറിൽ പണിയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് അന്ന് അവിടെ കണ്ട കാർ DYSP സുരേഷിൻ്റെ മകളുടേതാണെന്ന്. ഇത് ദേഷ്യം കൊണ്ട് സുരേഷ് ഉടനെ പറയുന്നു, ഇവർ രണ്ടുപേരെയും ഇനി പുറത്തേക്ക് തന്നെ വിടേണ്ട എന്ന്. ഇത്തവണ ഹരീഷിന് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഹിയറിങ്ങിൻ്റെ ദിവസമായിരുന്നു.
വക്കീൽ ഒരുപാട് വിളിച്ചെങ്കിലും ഈ കേസിലായതിനാൽ തന്നെ ഹരീഷിനെ കുട്ടിയെ കാണാൻ സാധിച്ചില്ല. വേഗം വീട്ടിലെത്തിയ ഡിവൈഎസ്പി സുരേഷ് മകളായ അഞ്ജലിയോട് ചോദിക്കുന്നു, ഇപ്പോഴും അവൻ്റെ അയോഗ്യ മണം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, നീ വേഗം ഭക്ഷണം കഴിക്ക്. നിങ്ങൾ രാത്രി എന്ത് ഗൂഢാലോചനയാണ് ആ കാറിൽ നിന്ന് നടത്തിയത്? ഇത് കേട്ട് ഒരു മറുപടിയും നൽകാതെ പോകുന്ന അഞ്ജലിയെ കാണാം. ഫോൺ കിട്ടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഹരീഷ് വേഗം തന്നെ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ കാണാൻ പോകുന്നു. ഗേറ്റ് തുറന്ന് അദ്ദേഹം കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നു. അപ്പോഴേക്കും ഭാര്യ വന്ന് കുഞ്ഞിനെ ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതേറെ സങ്കടത്തോടെയാണ് നമുക്ക് നോക്കി നിൽക്കാനാവുക. ഹരീഷും ഏറെ സങ്കടത്തോടെ തന്നെ അത് ആലോചിച്ച് നിൽക്കുന്നു. ഫെലിക്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് വീട്ടിലെത്തിയ അഞ്ജലിയെ കാണാം. പക്ഷേ ഫെലിക്സ് വീട്ടിലുണ്ടായിരുന്നില്ല. പകരം ഫെലിക്സിൻ്റെ കട്ടിലിൽ ഒരു ലെറ്ററാണ് അഞ്ജലിക്ക് ലഭിച്ചത്. ഈ ലെറ്റർ എടുത്ത് അഞ്ജലി വായിച്ചു നോക്കുന്നു. എന്നിട്ട് വേഗം നമ്മുടെ ഹരീഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ഹരീഷിനെ ഇത് കാണിച്ചു കൊടുക്കുന്നു. ഇതേസമയം കുട്ടിയെ കാണാത്തതിൻ്റെ ഡിപ്രഷനിൽ മദ്യം കഴിക്കുകയായിരുന്നു ഹരീഷ്. എന്നിട്ട് ഹരീഷും ആ ലെറ്റർ വായിക്കുന്നു. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹരീഷ്. എന്നാൽ താങ്ങാനാകാതെ പൊട്ടിക്കരയുകയാണ് SI ആയ ജാൻസി. താൻ ഇതെല്ലാം അടുത്തു എന്നും താൻ പുതിയൊരു ദൗത്യത്തിലേക്ക് കടക്കാമെന്നും ഇനി നമുക്ക് വേർപിരിയാമെന്നുമായിരുന്നു ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഫെലിക്സിൻ്റെ ലെറ്റർ വായിച്ചതോടെ ജാൻസിക്ക് അത് താങ്ങാനായില്ല. ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ ജാൻസിയും ഹരീഷും കഴിഞ്ഞ ദിവസം കണ്ട ആ CCTV ഫുട്ടേജ് പരിശോധിക്കുന്നു. എന്നാൽ അവിടെ ആ ഫോട്ടോയും ചിത്രവും ഒന്നും കാണാനില്ല. അന്ന് കണ്ടിരുന്ന കാറും ആ നമ്പർ പ്ലേറ്റും ഒന്നും അതിലില്ല, ഡിലീറ്റ് ആയിരിക്കുന്നു. അടുത്തുള്ള ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ മാഡത്തോട് ചോദിച്ചോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ മാഡം വരാൻ അവർ കാത്തിരിക്കുന്നു. വന്ന ഉടനെ തന്നെ ഇതിലുണ്ടായിരുന്ന ചിത്രം കാണാനില്ലെന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ അത് എന്നാൽ ഡിലീറ്റായി പോയിട്ടുണ്ടാകുമെന്ന് ഫോറസ്റ്റ് ഓഫീസറായ പൂജ പറയുന്നു. ഇത് കേട്ട ജാൻസി പറയുന്നു, ഇതാ മുകളിലുള്ളവരുടെ കളിയാണെന്ന്. അങ്ങനെ ജാൻസിക്കും ഹരീഷിനും ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ആ DYSPയുടെ മോളുടെ കാറിൻ്റെ ഫോട്ടോയുള്ള CCTV ഫുട്ടേജ് ആയിരുന്നു. അങ്ങനെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഹരീഷും ജാൻസിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. DYSP സുരേഷിന് ഈ കേസിൽ എന്തോ ബന്ധമുണ്ട്, അദ്ദേഹം നമ്മളെ കുടുക്കുകയാണെന്നും ജാൻസി ഹരീഷിനോട് പറയുന്നു. ഇതേ സമയം തന്നെ അവരുടെ വാക്കി ടോക്കിയിലേക്ക് ഒരു സന്ദേശം വരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള SI ജാൻസി കുര്യനെയും ഹരീഷിനെയും ഇപ്പോൾ തെളിവ് അടിസ്ഥാനത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന സന്ദേശമാണ് വാക്കി ടോക്കിയിലൂടെ ലഭിക്കുന്നത്. ഇത് കേട്ട് ഇരുവരും അസ്വസ്ഥരാകുന്നു. കാരണം അവരുടെ പോലീസ് ജോലിയും ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ്. ഇതേസമയം DYSPക്ക് മുന്നിലിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറും SI ആയ റഷീദും പറയുന്നു, നമ്മുടെ ഹരീഷ് അതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ലെന്നും ഇങ്ങനെയൊരു സംഭവം നടക്കാൻ സാധ്യതയില്ലെന്നും അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ലെന്നും പറയുന്നു. എന്നാൽ DYSP സുരേഷ് പറയുന്നു, എന്നാൽ നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ SI ജാൻസിയുടെ ഭർത്താവ് ഫെലിക്സിനെ പലതവണ ഈ മരിച്ച അൻസാർ അലി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജാൻസിയും ഫെലിക്സും കൂടി ചെയ്തതാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് DYSP സുരേഷ് പറയുന്നു. സസ്പെൻഷൻ കാരണം വീട്ടിലിരിക്കുന്ന ഹരീഷിനെയും ജാൻസിയെയും കണ്ട് സംസാരിക്കുന്ന SI റഷീദിനെ കാണാം. എന്നാലും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തിനായിരിക്കും സുരേഷിൻ്റെ മകൾ അഞ്ജലി നമ്മുടെ അൻസാർ അലിയെ കാണാൻ വന്നത്? ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നും നിങ്ങൾ സൂക്ഷിക്കണമെന്നും പറയുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് DYSP സുരേഷാണ്. അദ്ദേഹം നിൻ്റെ ഭർത്താവായ ഫെലിക്സിന് പിന്നാലെ തന്നെയുണ്ടെന്നും നിങ്ങൾ എങ്ങനെയായാലും സൂക്ഷിക്കണമെന്നും നമ്മുടെ റഷീദ് പറയുകയാണ്. അങ്ങനെ അവർ അൻസാർ അലി ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. അവിടെ നിന്ന് അഞ്ജലിയുമായി അൻസാർ അലിക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവർ പഴയ കമ്പനിയിൽ ജോലി ചെയ്തവരാണെന്നും അൻസാർ അലിയും അഞ്ജലിയും ഇഷ്ടത്തിലായിരുന്നെന്നും പിന്നെ അവർ ബ്രേക്കപ്പ് ആയതെന്നുമെല്ലാം സുഹൃത്ത് പറയുന്നു. ജാൻസിയും ഹരീഷും ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതിനിടെ അവർ യൂട്യൂബിലൂടെ ഒരു വാർത്ത കേൾക്കുന്നു. ജേർണലിസ്റ്റ് അൻസാർ അലിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അത്. ആ ചതുപ്പ് ഭൂമിയിൽ ഇതുവരെ ഒരാൾ മാത്രമാണ് മരണപ്പെട്ടത്. അതും അദ്ദേഹം പശുവിനെ രക്ഷിക്കുന്നതിനിടെ പശുവിൻ്റെ ചവിട്ടേറ്റ് ഏതോ ഒരു പാറമടക്കിടയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ മറ്റുള്ള ആരും അവിടെ മരിച്ചിട്ടില്ലെന്നും ആ വാർത്തയിലൂടെ അവർ കേൾക്കുന്നു. ഇതോടുകൂടി തന്നെ ഹരീഷ് നമ്മുടെ ജാൻസിയോട് പറയുന്നു, നമ്മുടെ കാരണത്താലല്ല അൻസാർ അലി മരണപ്പെട്ടത്, അൻസാർ അലിയെ ആരോ കൊന്നതാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് ഉറപ്പാക്കാമെന്ന് ജാൻസിയോട് ഹരീഷ് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ DYSPയുടെ മകളായ അഞ്ജലിയെ കാണാൻ ജാൻസി തയ്യാറാകുന്നു. പക്ഷേ ജാൻസിയോട് ഒരു മറുപടിയും പറയാതെ അഞ്ജലി ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ആ ചെറിയ പ്രതീക്ഷയായിരുന്നു ജാൻസിക്കുണ്ടായിരുന്നത്.
ആ പ്രതീക്ഷക്കൊത്ത് അഞ്ജലിയെ അവർക്ക് ലഭിച്ചില്ല. ഒരു ഉത്തരവും അഞ്ജലി പറഞ്ഞില്ല. ഒരു തെളിവും കിട്ടാതെ വന്നതോടെ അവർ ആ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി പരിശോധിക്കാൻ തയ്യാറാക്കുന്നു. അങ്ങനെ നായികയായ ജാൻസിയും പിന്നെ ഹരീഷും കൂടി അവിടെ പരിശോധനകൾ വീണ്ടും ആരംഭിച്ചു. ഇതേ സമയം DYSP സുരേഷ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനൊരുപാട് പേരെ അന്വേഷണത്തിനായി ഇറക്കുന്നതും കാണാം. അൻസാർ അലി പല വില്ലേജുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഫെലിക്സിൻ്റെ പേരുമുണ്ടെന്നും ഫെലിക്സ് പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നും DYSP സുരേഷിനോട് പറയുന്നു. ഈ കാരണങ്ങളാൽ തന്നെ DYSP സുരേഷ് ജാൻസിയുടെ വീട്ടിലെത്തി ഫെലിക്സിൻ്റെ റൂമുകളെല്ലാം തിരച്ചിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഒഴിവാക്കിയ സിമ്മും ഫോണുകളുമെല്ലാം കണ്ടെടുക്കുന്നു. എന്നിട്ട് വാർത്തയിൽ ചെന്ന് ഫെലിക്സ് ആണ് പ്രതിയാകാൻ സാധ്യത എന്നും പ്രധാന തെളിവുകളെല്ലാം എൻ്റെ അടുത്തുണ്ടെന്നും DYSP മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറയുന്നു. കാത്തിരിപ്പുകൾക്കൊടുക്കം ഹരീഷിനൊരു വലിയ ക്ലൂ തന്നെ ലഭിച്ചു. തൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടെ തന്നെയാണ് ലഭിച്ചത്. ആ ഇൻസിഡൻറ്റ് നടന്ന സംഭവത്തിൻ്റെ അന്ന് DYSP സുരേഷ് എവിടെയാണെന്ന് ഫ്രണ്ടിനോട് ആദ്യം ചോദിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ഏതൊരു പരിപാടിക്ക് വന്നതാണെന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. പിന്നെ പറഞ്ഞു അവിടെ ഉണ്ടെന്നറിയിക്കാൻ വേണ്ടി മാത്രം ഒരു ഒപ്പിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് ആ പോലീസ് സുഹൃത്ത് നമ്മുടെ ഹരീഷിനോട് പറയുന്നു. DYSP സുരേഷിന് വേണ്ടി ഏതോ 2 പേരാണ് ഇത് ചെയ്തതെന്ന് അവർ കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ അവരെ നമുക്ക് ആദ്യം പൊക്കണമെന്ന് ജാൻസി SI ആയ ഇതിനോട് പറയുന്നു. ഇവർ തന്നെയാണ് ആ പെൺകുട്ടിയുടെ തീപ്പൊള്ളലേറ്റ ആത്മഹത്യയിലെ പ്രതികളുമെന്ന് ഇവർ സംശയിക്കുന്നു. അവരെ പൊക്കിയെങ്കിലും പക്ഷെ കാര്യമായ തെളിവുകളൊന്നും ഇവർക്ക് ലഭിച്ചില്ല. ആകെ ലഭിച്ചത് ആ ചതുപ്പ് നിലത്തിൻ്റെ അടുത്ത് നിന്നും അവർക്ക് ലഭിച്ചൊരു ഫോണാണ്. ആ ഫോണാണെങ്കിൽ ലോക്കഡ് കണക്റ്റഡ് ആണ്. അതായത് അത് വേറൊരു ഫോണുമായിട്ട് മാത്രമേ ലിങ്കാക്കി അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൻ പറയുന്നു. ഇത് മരിച്ചുപോയ അൻസാർ അലിയുടെ ഫോൺ തന്നെയാണ്. ഇതിൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകുമെന്ന് ജാൻസിയും കൂട്ടരും നിഗമനത്തിലെത്തുന്നു. അങ്ങനെ ഒരു ദിവസം SI ആയ ജാൻസിയുടെ അടുത്തേക്ക് DYSPയുടെ മകൾ അഞ്ജലി രാവിലെ തന്നെ കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അൻസാർ അലിക്ക് വേണ്ടി ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്താണ് ഉണ്ടായതെന്ന് ഇവിടെ വിവരിക്കുന്നു. അൻസാർ അലിയുമായി കോളേജ് കാലഘട്ടം മുതലേ ഇഷ്ടത്തിലായിരുന്നുവെന്നും പിന്നെ അത് ബ്രേക്കപ്പായി അതിനുശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയെന്നും അങ്ങനെ അവനും ഞാനും ഇടയ്ക്കിടെ കാണാറുണ്ടെന്നും അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ കൊട്ടേഷൻ ടീം അവനെ നന്നായി മർദ്ദിച്ചു. അന്ന് രാത്രി തന്നെ ഞാൻ വാശി പിടിച്ചു ഇന്ന് നിന്നെ കാണണമെന്ന്. ആ സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് നിങ്ങളെ കണ്ടതെന്നും അന്നവൻ ഓടിപ്പോയത് മാത്രമേ എനിക്കറിയുകയുള്ളൂ എന്നും അവർ ജാൻസിയോട് പറയുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം DYSP ആയ മറ്റൊരു വ്യക്തിയോട് ഇവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ DYSP സുരേഷ് തന്നെയായിരിക്കും. അങ്ങനെ അവർ തെളിവുകൾ നിരത്താൻ തുടങ്ങി. DYSP സുരേഷിൻ്റെ മകളുടെ കാറിലാണ് അന്ന് അൻസാർ അലി അവിടെ വന്നത്. അതിന് ഞങ്ങൾ ആദ്യം ക്യാമറയിൽ പോയി തെളിവുകൾ നോക്കിയെന്ന് ഹരീഷ് പറയുന്നു. പിന്നെ രണ്ടാമത്തെ തെളിവായി പറയുന്നത് അന്ന് അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പോയി ഒപ്പിട്ടതിന് ശേഷം നേരെ ഇങ്ങോട്ട് തന്നെ തിരികെ വന്നെന്ന് ഹരീഷിൻ്റെ ഫ്രണ്ട് പറയുന്നതാണ്. അന്ന് സുരേഷ് ആ പരിപാടിക്ക് എത്തിയെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവിടേക്ക് വന്നതെന്നും ആ ഫ്രണ്ട് ഹരീഷിനോട് പറഞ്ഞ ആ തെളിവും അവർ DYSPക്ക് മുന്നിൽ പറയുന്നു. അന്ന് തന്നെയാണ് ഗുഡ സംഘത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് DYSP സുരേഷ് അൻസാർ അലിയെ തല്ലിയതും അന്ന് അഞ്ജലി അദ്ദേഹത്തെ കാണാൻ നിർബന്ധിച്ചപ്പോൾ അവർ കണ്ടതും അന്ന് അഞ്ജലി കാറെടുത്ത് പോകുന്നതുമെല്ലാം DYSP സുരേഷ് വീട്ടിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. തക്കം നോക്കി അയാൾ ഞങ്ങൾ പോകാനും കാത്തിരുന്നു. അങ്ങനെ ചതുപ്പ് നിലം നീന്തിക്കടന്ന അൻസാർ അലിയെ കാത്തിരുന്നത് DYSP സുരേഷ് ആയിരുന്നു. നീന്തിക്കടന്ന അദ്ദേഹം അവിടെ എത്തും മുമ്പ് സുരേഷ് അവിടെ എത്തിയിരുന്നു. എന്നിട്ട് സുരേഷ് അദ്ദേഹത്തെ വീണ്ടും ആ ചതുപ്പിലേക്ക് തന്നെ കുത്തി തള്ളിവിടുന്നു. കയ്യിലുണ്ടായിരുന്ന ആ തടി കഷ്ണം കൊണ്ട് അൻസാർ അലിയെ DYSP സുരേഷ് വള്ളത്തിലേക്ക് തന്നെ തള്ളിവിടുകയാണ് ചെയ്തതെന്നും അവർ DYSPക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. എന്നാൽ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയത് സുരേഷിൻ്റെ ഒപ്പം ഒരുപാട് കാലം നിലമ്പൂരിൽ പണിയെടുത്ത DYSPയോട് അവർ വീണ്ടും പറഞ്ഞു. ഞങ്ങൾ ഈ കാരണങ്ങളെല്ലാം അറിയാൻ വേണ്ടി അൻസാർ അലി ഒരു ആഴ്ച മുമ്പ് ഇൻ്റർവ്യൂ നടത്തിയിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന സഹദേവൻ എന്ന ആളെടുത്തേക്ക് പോയി. അദ്ദേഹം എൻ്റെ അടുത്ത ചങ്ങാതിയാണെന്ന് SI റഷീദ് പറയുന്നു. DYSPക്കൊപ്പം ഒരുപാട് കാലം നിലമ്പൂരിൽ പണിയെടുത്തിട്ട ആൾ കൂടിയാണ് സഹദേവൻ. അതുകൊണ്ട് അൻസാർ അലി സഹദേവൻ്റെ അടുത്തെത്തിയത് DYSP സുരേഷിനെ കുറിച്ച് അറിയാനാണെന്നും അവർ DSPയോട് പറയുന്നു. അങ്ങനെ അന്നവർ കേട്ട കാര്യങ്ങളെല്ലാം DYSPയോട് പറയുന്നത് ഏറെ ഞെട്ടലോടെയാണ്
ആ പോലീസുകാരനായ DYSP കേൾക്കുന്നത്. കാരണം നിലമ്പൂരിൽ നടന്ന പല കേസുകളിലും ഈ സുരേഷ് തന്നെയായിരുന്നു പ്രതി. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല കേസുകളിലെയും പ്രതി DYSP സുരേഷ് ആണെന്ന് ഇപ്പോഴുള്ള DYSP തിരിച്ചറിയുന്നു. നിലമ്പൂരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും എന്നിട്ട് ആ വീടിന് തീയിടുകയും ചെയ്ത ആളാണ് ഈ DYSP സുരേഷ് എന്ന് കൂടി നമ്മുടെ സഹദേവൻ പറയുന്നു. ഇതെല്ലാം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന അൻസാർ അലിയെ കാണാം. ഈ വിവരണത്തിന് വേണ്ടിയായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് അൻസാർ അലി എൻ്റെ അടുത്ത് വന്നിരുന്നത്. പിന്നെ അദ്ദേഹം മരിച്ചത് നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നതെന്നും സഹദേവൻ പറയുന്നു. ഇതിന് കാരണക്കാരൻ DYSP സുരേഷ് തന്നെയായിരിക്കുമെന്ന് ഇവരെല്ലാവരും ഇപ്പോൾ DYSPക്ക് മുന്നിൽ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട് DYSP ആയ ഇദ്ദേഹം നമ്മുടെ DYSP സുരേഷ് തന്നെയായിരിക്കും പ്രതിയെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ DYSP സുരേഷിനെ പിടികൂടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്നും പറയുന്നു. പോലീസിൽ തന്നെ ഇങ്ങനെ ഉണ്ടായത് ഒരു നാണക്കേടാണെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. DYSP സുരേഷ് അറസ്റ്റിലാകുന്നു. എന്നാൽ ഈ വാർത്ത TV-യിലൂടെ കണ്ട് വളരെ അസ്വസ്ഥനാകുന്ന ഒരു പയ്യനെ കാണാം. ഈ പയ്യൻ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ കഞ്ചാവ് വലിച്ചിരിക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ച ആ പയ്യൻ തന്നെയാണ്. ഈ സിനിമയിലെ ഓരോ ഫോട്ടോ കണ്ടപ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് ഓടുന്നത് കാണാം. ഇത് ശ്രദ്ധിച്ച സിനിമയുടെ തുടക്കത്തിലുള്ള ആ സിസ്റ്റർ ഇക്കാര്യം നമ്മുടെ SI ആയ ജാൻസി ലഹരിയിൽ നിന്ന് മുക്തമായി വരികയാണെന്നും എന്നാൽ TV-യിൽ വാർത്തയിലെ ആരോ ഫോട്ടോ കണ്ടതിന് ശേഷം ഇവൻ ഇറങ്ങി ഓടിയെന്നും എന്തോ ഭയപ്പെടുന്നുണ്ടെന്നും സിസ്റ്റർ ജാൻസിയോട് പറയുന്നു. ഇത് കേട്ട് ജാൻസിക്കും സംശയം തോന്നുന്നു. അങ്ങനെ ആ പയ്യനെ ജാൻസി ചോദ്യം ചെയ്യുന്നു. ഫോൺ കാണിച്ചു കൊടുത്ത് പല ആളുകളുടെയും ഫോട്ടോ അതിലൂടെ കാണിക്കുന്നു. പക്ഷേ അവൻ അപ്പോഴും ഒരു മൈൻഡില്ല. അവൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഓരോരുത്തരുടെ ഫോട്ടോ കാണിക്കുമ്പോഴും അവൻ പുറത്തേക്ക് DYSP സുരേഷിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോഴും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അഞ്ജലി, ഹരീഷ് എന്നിവരുടെ ഫോട്ടോ എല്ലാം കാണിക്കുമ്പോഴും ഒരു മാറ്റവുമില്ല. പക്ഷേ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവൻ്റെ കൈകൾ മുറുകാൻ തുടങ്ങി. ഇക്കാര്യങ്ങളെല്ലാം ഹരീഷുമായി ജാൻസി പങ്കുവെക്കുന്നു. അപ്പോൾ ഹരീഷ് പറയുന്നു, അവൻ അല്ലെങ്കിലേ ഡ്രങ്കായിട്ടുള്ളൊരു വ്യക്തിയാണ്, അവന് മാനസികമായി പ്രശ്നങ്ങളുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതിനിടെ DYSP സുരേഷ് കുമാർ കസ്റ്റഡിയിൽ എന്ന വാർത്ത വരുന്നു. ഇതിനുശേഷം ജാൻസിയും ഹരീഷും നമ്മുടെ അൻസാർ അലിയുടെ ജാസ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ജാൻസി അവിടെയുള്ള കുട്ടിയെ എടുക്കുന്നു. ഒരുപാട് വർത്തമാനങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് കുട്ടിയെ എടുത്ത് താലോലിച്ചതിന് ശേഷം ജാസ്മിൻ്റെ കയ്യിലേക്ക് തന്നെ കുട്ടിയെ തിരികെ കൊടുക്കുന്നു. എന്നാൽ കുട്ടിയുടെ കയ്യിൽ എന്തോ കണ്ട് ജാസ്മിൻ എന്തെന്ന് നോക്കിയപ്പോഴാണ് തൻ്റെ കളഞ്ഞു പോയ കമ്മലാണെന്ന് തിരിച്ചറിയുകയും ഞെട്ടുകയും ചെയ്യുന്നത്. അതെ, ഇത് ആ സ്പോട്ടിൽ നിന്നും നമ്മുടെ ജാൻസി കണ്ടെടുത്തതാണ്. ഇതിന് കാരണം ആ പയ്യൻ കണ്ട് ഭയന്നതും ജാസ്മിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെയാണ്. അന്ന് രാത്രിയും അവൻ ആ സ്ഥലത്ത് ജാസ്മിനെ കണ്ടിരിക്കണം. ജാസ്മിൻ്റെ ആ രൂപം കണ്ടാണ് അന്നവൻ പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. ആ കമ്മൽ ജാൻസിക്ക് ആ സ്പോട്ടിൽ നിന്ന് ലഭിച്ചതാണ്. ആദ്യം വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ കാതിലിൽ കമ്മലുള്ള ഫോട്ടോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജാസ്മിൻ്റെ കമ്മലാണെന്ന് തിരിച്ചറിയുകയും പിന്നെ ആ കുട്ടിയുടെ ആ പയ്യൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു നമ്മുടെ നായികയായ ജാൻസി. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന യാസ്മിനെ കാണാം. എന്നിട്ട് ജാസ്മിൻ സത്യാവസ്ഥ പറയുന്നു. ഞാൻ തന്നെയാണ് അൻസാർ അലിയെ കൊന്നത്. ഇതിന് കാരണം അൻസാർ അലിയും അഞ്ജലിയും തമ്മിലുള്ള അവിഹിത ബന്ധം തന്നെയായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നെന്നും എന്നാൽ അതിനുശേഷം ഞാൻ അവനെ പിന്തുടരുകയും കൊല്ലുകയും ചെയ്തെന്നും പോലീസ് SI ആയ ജാൻസിയോട് പറയുന്നു. നായകനായ നമ്മുടെ ഹരീഷും പിന്നെ നായികയായ ജാൻസിയും തമ്മിൽ കണ്ടുമുട്ടുന്ന അവസാന സീനോടെ സിനിമ അവസാനിക്കുന്നു.